ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സീഖ് കബാബാണ്. നോർമലി ഗ്രില്ല് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ഐറ്റം നമ്മളിന്ന് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. സീഖ് കബാബ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 450 ഗ്രാം ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അത് ക്യൂബ്സ് ആക്കി മുറിച്ച് ഞാനൊരു മിക്സറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതോടൊപ്പം ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ മല്ലിക്കുരു ചതച്ചത്, 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും കുരുമുളകും, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ വീതം മല്ലിയിലയും കടലപ്പൊടിയും, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് അത് മിക്സ് ആവുന്നവരെ അരച്ചെടുക്കാം. അപ്പം നമ്മൾ ഈ ചിക്കനിൽ ചേർക്കുന്ന ഒരുവിധം എല്ലാ മസാലകളും ഈ അരപ്പിനോടൊപ്പം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തിട്ടുള്ള ഉള്ളി ചേർത്ത് ഒരു സ്പാച്ചുല വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷ്രെഡഡ് ചീസ് കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇത് ചേർത്ത് കഴിയുമ്പം അതൊരു ചീസ് സീഖ് കബാബ് ആവും, ഇല്ലെങ്കിൽ നോർമൽ സീഖ് കബാബ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. അത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്ക്യൂർ എടുത്ത് അതിൽ എണ്ണ തടവുക, കയ്യിലും എണ്ണ തടവുക. എന്നിട്ട് ഒരു ഹാൻഡ്ഫുൾ ചിക്കൻ ഒരു ഉണ്ട എടുത്ത് ഇതുപോലെ സിലിണ്ട്രിക്കലായി റോള് ചെയ്യാം. അതിനുശേഷം ഈ സ്ക്യൂർ വെച്ച് അതിനകത്തേക്ക് കുത്തിയിട്ട് ആ ഒരു ഷേപ്പിൽ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുക. നോർമലി നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പം ഈ സ്ക്യൂറിന് വിടിയിക്കാതെ അത് അതുപോലെ തന്നെ ഗ്രില്ല് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്ന കാരണമാണ് ഞാനിപ്പോൾ ഇതിൽ കുത്തിയതിന് ശേഷം ഈ സ്ക്യൂറിന് നമ്മളത് ഊരി മാറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗ്രില്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ആ സ്ക്യൂർ വെച്ച് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. അപ്പം അങ്ങനെ നമ്മുടെ കബാബ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് കുക്ക് ചെയ്യാനായിട്ട് ഒരു പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കി ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് എല്ലാ സൈഡും കുക്കാവുന്ന വരെ കുറച്ച് സമയം എടുത്തിട്ട് വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാ സൈഡും ഫ്ലിപ്പ് ചെയ്ത് എല്ലാ ഭാഗങ്ങളും വെന്തുവെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമുക്കത് ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കൂടെ കെച്ചപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രീൻ ചട്നി, മിൻ ചട്നിയോ ക്യൂക്കമ്പർ ചട്നിയോ ഏതാണെങ്കിലും ഒരു അടിപൊളി കോമ്പിനേഷനാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.